Hello my dears, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആദ്യം തന്നെ ഞാൻ പനീർ ബിരിയാണി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി കുതിർക്കാൻ വെക്കാൻ പോവാണ്. ഞാൻ എടുത്തേക്കുന്നത് ബിരിയാണി റൈസ് ആണ്. നിങ്ങൾക്ക് ഏത് ബസ്മതി റൈസ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ എടുത്തേക്കുന്നത് ദാവത്തിന്റെ ബിരിയാണി റൈസ് ആണ് കേട്ടോ. ഇത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അതങ്ങ് യൂസ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് എടുത്തേക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് കഴുകണം. ഒരു 3-4 വെള്ളത്തിലെങ്കിലും കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് മാത്രം, എക്സാക്ട് 20 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് പനീർ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് അഥവാ ഈ സ്റ്റെപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതായത് പനീർ നിങ്ങൾക്ക് വറുക്കണ്ട, ഫ്രൈ ചെയ്യേണ്ട, അങ്ങനെ തന്നെ കഴിക്കാൻ കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ എടുക്കാം. പക്ഷേ എനിക്കുണ്ടല്ലോ ആ പനീറിൻ്റെ സ്മെല്ല് അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കും. അതാകുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല മസാലയും പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഞാൻ പനീരൊക്കെ കട്ട് ചെയ്ത് ക്യൂബ്സായിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊരു മിനിമം 15 മിനിറ്റ്സ് എങ്കിലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് എല്ലാം അരിയുകയും ചെയ്യാം. പിന്നെ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ദോശ പാൻ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഓരോരോ പനീർ പീസസ് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡും ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 to 20 സെക്കൻഡ്സ് മാത്രമേ ഓരോ സൈഡ് ഞാൻ വെച്ച് കൊടുക്കുന്നുള്ളൂ. അത്രയും മതി. ജസ്റ്റ് ആ ഒരു പനീറിന് സ്മെല്ല് പോകാനും പിന്നെ അതേപോലെ മസാല കോട്ടായിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. ഇത് വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം. അതല്ല പനീർ മാത്രമായിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, മസാല ഇല്ലാതെ തന്നെ. അപ്പോൾ ഞാൻ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് കുക്കർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഉള്ളി ഒന്ന് വറുത്തെടുക്കാൻ പോവാണ് ആദ്യം. വളരെ തിന്നായിട്ട് അരിഞ്ഞേക്കുന്ന ഉള്ളി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ വറക്കില്ല, അതുപോലെ തന്നെ. അപ്പോൾ ഇത് നമുക്ക് ബിരിയാണി ചേർക്കാനുള്ളതാണ്. ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. എന്നിട്ട് സെയിം എണ്ണയിലേക്ക് കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാർ അനീസ്, നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചേർക്കാം. ഞാനിവിടെ 4 ഏലക്ക ചേർത്തിട്ടുണ്ട്, ഒരു 5-6 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ടാവും, 2 കഷ്ണം പട്ട ചേർത്തിട്ടുണ്ട്, ഒരു സ്റ്റാർ അനീസ്, പിന്നെ 1 ടീസ്പൂൺ ഷാജീര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 5 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഇട്ടേക്കുന്നൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള ഉള്ളി നീളത്തിലരിഞ്ഞേക്കുന്നതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉപ്പ് ചേർത്തിട്ട് വഴറ്റുകയാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് മൂത്ത് കിട്ടിക്കോളും. അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരണം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പേസ്റ്റിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ട് ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ മല്ലിയില, പുതിനയില, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും നമുക്കൊന്ന് ചതച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പേസ്റ്റിന്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി മസാല ഏത് ബ്രാൻഡിന്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ കിച്ചൺ ട്രഷേഴ്സിന്റെ ആണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 20 സെക്കൻഡ്സ് ഒന്ന് വഴറ്റിയാൽ മതി. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തു. കുറച്ച് ഫ്രഷ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചേർത്തു മാത്രം. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് 1 മിനിറ്റ് മാത്രം അടച്ചു വെച്ചാൽ മതി. ആ സമയം കൊണ്ട് ഗ്രീൻ പീസും തക്കാളിയും ഒന്ന് ഫ്രൈ ആയി വരും. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയും പുതിനയിലയാണ്. അപ്പോൾ മല്ലിയില ഞാനിവിടെ 1 കൈപ്പിടിയോളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി പുതിനയില എടുത്തിട്ടുണ്ട്. പുതിനയില ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം തോന്നിക്കും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. തൈര് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ചേർക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന പനീരില്ലേ അത് ചേർത്ത് കൊടുക്കുകയാണ്. പനീരും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്രൈ ചെയ്തിടുകയാണെങ്കിൽ ഉണ്ടല്ലോ പനീർ വെന്ത് വരുമ്പോഴും ഇതേ കളർ തന്നെയായിരിക്കും. കളർ മാറ്റം വരില്ല, സെയിം കളർ തന്നെയായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറായിട്ട് കാണുമല്ലോ. അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചേർക്കാം. പിന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിയാണ്. നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചേക്കുന്ന അരി. അതും കൂടി ചേർത്തിട്ട് അരി ഒന്നും ഉടയാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരി ഉടയാതെ നോക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് കുതിർത്ത് വെച്ചേക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് ഉടയാതെ നോക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. നമ്മൾ തൈരും ഇതൊക്കെ ചേർത്തതുകൊണ്ട് 1.25 ഗ്ലാസ് വെള്ളം മതി. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ഉള്ളിയില്ലേ അത് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അത് ഈ സമയത്തും ചേർക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി വിളമ്പുന്ന സമയത്തും ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് അങ്ങനെ തന്നെ അടച്ചു വെക്കാൻ പോവാണ്. ഇളക്കുന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് 1 വിസിൽ മാത്രം അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരൊറ്റ വിസിൽ ഹൈ ഫ്ലെയിമിൽ അടുപ്പിച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള പനീർ
ബിരിയാണി റെഡി. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് കർണാടക സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാലഡാണ് ഇത്. നമ്മുടെ ചെറുപയർ പരിപ്പില്ലേ, അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ചെറുപയർ പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. അത് കഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞിട്ട് അത് മാറ്റി വെക്കുക. ചെറുപയർ മാത്രമായിട്ട് മാറ്റി വെക്കുക. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന കുക്കുംബർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് എത്ര ഇഷ്ടമുണ്ടോ അത്രയും ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ഭാഗത്തോളം കുക്കുംബർ എടുത്തിട്ടുണ്ട്. വലിയ കുക്കുംബറാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന മല്ലിയില, പിന്നെ ഒരു കൈപ്പിടിയോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. പിന്നെ കുറച്ച് ഉപ്പ്, അതായത് ഇതിനാവശ്യമുള്ള അത്ര ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡ് റെഡി. ഇതിനിവിടെ പറയുന്ന പേരാണ് കോസംബ്രി എന്ന് പറയും. ശരിക്കും ഭയങ്കര ഹെൽത്തിയുമാണ്. പിന്നെ ഇതുണ്ടല്ലോ, എപ്പോഴും രാംനവമി സമയത്ത് എല്ലാ അമ്പലങ്ങളുടെ ഫ്രണ്ടിൽ പാൻക, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പാൻക കുടിക്കുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ കോസംബ്രിയും കൊടുക്കാറുണ്ട്. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കല്യാണത്തിനൊക്കെ വിളമ്പുകയും ചെയ്യും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഗ്രേറ്റർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. പൊടിപ്പൊടിയായിട്ട് ഗ്രേറ്റ് ആക്കി കിട്ടണം, അത്രേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് പൊടിപ്പൊടിയായിട്ട് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിന് വേണ്ട മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന മല്ലിയല്ല, ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 3/4 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി, കാരണം ഇത് സോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തു. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് റെഡി. ഇനി നമുക്കിത് ബ്രെഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ബ്രൗൺ ബ്രെഡാണ്. കാരണം എന്ന് വെച്ചാൽ മൈദ ബ്രെഡ് ജിജോട്ടൻ കഴിക്കില്ല. നിങ്ങൾക്ക് മൈദ ബ്രെഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതായാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ബ്രൗൺ ബ്രെഡ് ആയതുകൊണ്ട് ഭംഗി ഉണ്ടാവില്ലെന്നേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 4 ബ്രെഡിലും ഞാൻ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണിക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇത് ചീസ് ഗാർലിക് ബ്രെഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്ലൈസ് ബ്രെഡ് ഞാൻ ഇങ്ങനെ ഒരു പാനിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ദോശപ്പാനില്ലേ, അതാണ് ചൂടാക്കാൻ വെച്ചേക്കുന്നത്. എന്നിട്ട് ആദ്യത്തെ സ്ലൈസ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു. അതിൻ്റെ നടുക്കായിട്ട്, അതായത് അതിൻ്റെ മുകളിലായിട്ട് ചീസ് സ്ലൈസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇനി ഒരു ബ്രെഡും കൂടി വെച്ച് കൊടുത്തു. എന്നിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഇരുന്നോളും. അപ്പോൾ ചീസൊക്കെ മെൽട്ടായി 2 സൈഡും ടോസ്റ്റ് ആയിട്ടുണ്ട്. മാറ്റി വെക്കുക, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ബ്രൗൺ ബ്രെഡ് ആയതുകൊണ്ട് കാണാൻ ഒരു ലുക്ക് ഇല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്. ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ മറ്റേ സ്ലൈസ് ബ്രെഡും ഞാൻ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ റെസിപ്പീസും ഇഷ്ടപ്പെട്ടോ? ഈസിയാന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഒരുപാട് ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.